നേരം പുലർന്നു. പതിവ് പോലെ അമ്മായിയും കുട്ടപ്പനും വിൽക്കുവാനുള്ള അപ്പം തയ്യാറാക്കി ചന്തയിലേക്ക് പുറപ്പെട്ടു. കുട്ടപ്പ, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ അമ്മായി, ആളുകളെല്ലാം പേടിച്ചോടുന്നത്? കുട്ടപ്പ, നമുക്ക് രഘുചേട്ടനോട് ചോദിക്കാം. രഘുചേട്ടാ, എന്താ ഈ ആളുകളെല്ലാം ഇത്ര പേടിച്ചോടുന്നത്? എന്താ പ്രശ്നം? ഒന്നും പറയണ്ട എൻ്റെ അമ്മായി. അരിക്കൊമ്പൻ എന്നൊരു ആന കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയിട്ടുണ്ട്. അവർ വിശക്കുമ്പോൾ കാട്ടിൽ നിന്ന് നാട്ടി വന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. അരി കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണോ അവന് അരിക്കൊമ്പൻ എന്ന് പേര് വന്നത്? അതെ അമ്മായി, അരി എവിടെ കണ്ടാലും അവൻ കൊണ്ടുപോകും. ഇങ്ങനെ പോയാൽ നാട്ടുകാരെല്ലാം കഷ്ടത്തിലാവുമല്ലോ. അതെ, നമുക്കപ്പം കൊടുത്തിട്ട് വേഗം പോകാം. അങ്ങനെ അമ്മായിയും കുട്ടപ്പനും തിരികെ വീട്ടിലേക്ക് പോയി. എനിക്ക് നല്ല വിശപ്പുണ്ട്. നിന്റെ കടയിലെ സാധനങ്ങളെല്ലാം എടുത്തേ. കൊമ്പ, നീ അങ്ങനെ പറയരുത്. നീ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും. വെണച്ചിലെടുക്കാതെ സാധനങ്ങൾ ഇങ്ങെടുക്കടാ, ഇല്ലെങ്കിൽ നിന്റെ കട ഞാൻ തല്ലി പൊളിക്കും. അയ്യോ കൊമ്പ, ചതിക്കല്ലേ. നിനക്ക് വേണ്ടത് നീ എടുത്തുകൊണ്ട് പോക്കോളൂ. അങ്ങനെ വഴിക്കുവാ. നേരം പുലർന്നു. പതിവ് പോലെ അമ്മായിയും കുട്ടപ്പനും വിൽക്കുവാനുള്ള അപ്പം തയ്യാറാക്കി ചന്തയിലേക്ക് പുറപ്പെട്ടു. അരിക്കൊമ്പൻ ഇന്നലെ ചന്തയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകുമോ എന്തോ. അതെ അമ്മായി. എന്തു പറ്റി രഘുചേട്ടാ? എന്താ ഇത്ര വിഷമം? ഇന്നലെ അരിക്കൊമ്പൻ വന്ന് കടയിലെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ വിഷമത്തിലാണ്. അമ്മായി, ഒന്നും തോന്നരുത്. ഈ അവസ്ഥയിൽ അപ്പം കൂടി വാങ്ങി വെക്കുവാനുള്ള ശേഷി എനിക്കില്ല. നിങ്ങൾ ഈ അപ്പം പിരിയെ കൊണ്ടുപോകണം. വിഷമിക്കേണ്ട രഘുചേട്ടാ, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം. രഘുചേട്ടാ, ഈ അപ്പം ഇവിടെ ഇരിക്കട്ടെ. ഇന്ന് ഇതിന് പണമൊന്നും നൽകേണ്ട. വളരെ നന്ദി അമ്മായി എന്ന് പറഞ്ഞ് അമ്മായിയും കുട്ടപ്പനും തിരികെ വീട്ടിലേക്ക് യാത്രയായി. കുട്ടപ്പ, ഇങ്ങനെ പോയാൽ ആകെ പ്രശ്നമാകുമല്ലോ. അരിക്കൊമ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും. അതെ അമ്മായി.
നല്ല രുചി. ഇത് എന്തു സാധനമാടാ? ഇത് കാക്കാരിക്കുന്നിലെ അമ്മായി ഉണ്ടാക്കുന്ന അപ്പമാണോ? അവിടെ നിന്ന അരിക്കൊമ്പൻ മുഴുവൻ അപ്പവും വയറ്റിലാക്കിയതിനു ശേഷം അമ്മായിയുടെ വീട് ലക്ഷ്യമാക്കി കാറ്റാടിക്കുന്നിലേക്ക് പുറപ്പെട്ടു. അമ്മായിയുടെ വീട്ടിലെത്തിയ കൊമ്പൻ അപ്പം ഉണ്ടാക്കാൻ കരുതി വെച്ചിരുന്ന അരി മുഴുവനും കൈക്കലാക്കി സ്ഥലം വിട്ടു. നേരം പുലർന്നു. പതിവ് പോലെ അപ്പം ഉണ്ടാക്കാനായി എഴുന്നേറ്റ അമ്മായി ഞെട്ടിപ്പോയി. തന്റെ അരിച്ചാക്കുകൾ ഒന്നും കാണുന്നില്ല. കുട്ടപ്പാ, കുട്ടപ്പാ! എന്താ അമ്മായി, എന്തു പറ്റി? നമ്മുടെ അപ്പത്തിനായി കരുതി വെച്ചിരുന്ന അരികൾ ഒന്നും കാണുന്നില്ല കുട്ടപ്പാ. അമ്മായി, ഇത് അരിക്കൊമ്പന്റെ പണിയായിരിക്കും. കുട്ടപ്പാ, ഇനി നമുക്കവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. അമ്മായി, കാട്ടിൽ എനിക്കറിയാവുന്ന ഒരു കൊമ്പനുണ്ട്. അവനോട് നമ്മുടെ സങ്കടങ്ങൾ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എങ്കിൽ സമയം കളയണ്ട കുട്ടപ്പാ, വേഗം ചെല്ലൂ. അല്ല, ഇതാര്? കാക്കക്കുട്ടപ്പനോ? നീ അമ്മായിയുടെ കൂടെ കൂടിയാ പിന്നെ നിന്റെ വിവരമൊന്നുമില്ലല്ലോ. ആനച്ചേട്ടാ, ഞങ്ങൾ ഒരു പ്രശ്നത്തിലാണ്. എന്തു പറ്റി കുട്ടപ്പാ? നീ കാര്യം പറ. കാട്ടിൽ നിന്നും നാട്ടിലോട്ട് അരിക്കൊമ്പൻ എന്നൊരു ആന ഇറങ്ങിയിട്ടുണ്ട്. അവൻ നാട്ടിലെ ആളുകളെ വിരട്ടി ഭക്ഷണ സാധനങ്ങളെല്ലാം കൈക്കലാക്കുകയാണ്. ആരിക്കോമ്പനോ? അവനെ ഈ കാട്ടിൽ ആർക്കും ഇഷ്ടമില്ല. എങ്കിലും നീ പറഞ്ഞു സ്ഥിതിക്ക് ഞാനൊന്ന് പോയി സംസാരിച്ചു നോക്കാം. അങ്ങനെ ആനച്ചേത്തൻ അരിക്കൊമ്പനെ കാണാൻ പോയി. അരിക്കൊമ്പ, നീ ഇനി നാട്ടിലിറങ്ങി നാട്ടുകാരെ ഉപദ്രവിക്കരുത്. അത് പറയാ നീ ആരടാ? നിനക്കിട്ടൊന്ന് കിട്ടിയാലേ നീ പഠിക്കൂ. അതെനിക്ക് കാണണമല്ലോ. എന്നെ എതിർക്കാൻ ഇവിടെ ആരാണുള്ളത്? നിരാശയോടെ ആനച്ചേട്ടൻ കാക്കക്കുട്ടപ്പന്റെ അടുക്കലേക്ക് നടന്നു. കുട്ടപ്പാ, ഞാൻ പറഞ്ഞിട്ട് അവൻ കൂട്ടാക്കിയത് പോലുമില്ല. അവനോട് മത്സരിച്ച് ജയിക്കാനുമാകില്ല. നീ നല്ല ബുദ്ധിശാലിയല്ലേ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവനെ കൊടുക്കുവാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നീ വിചാരിച്ചു കിട്ടും. ശരി ആനച്ചേട്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടപ്പൻ തിരികെ വീട്ടിലേക്ക് പോയി. കുട്ടപ്പാ, എന്തെങ്കിലും രക്ഷയുണ്ടോ? കുട്ടപ്പൻ നടന്ന കാര്യങ്ങളെല്ലാം അമ്മായിയോട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിഷമിക്കേണ്ട അമ്മായി, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. അമ്മായി, ഞാൻ എന്റെ കുറച്ച് കൂട്ടുകാരുമായി മരത്തിൽ ഒളിച്ചിരിക്കാം. അരിക്കൊമ്പൻ വീണ്ടും വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൊമ്പനെ കൊത്തി ഓടിക്കാം. എല്ലാവരും ഒരുമിച്ച് ആക്രമിച്ചാൽ അവനെ കീഴ്പ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞ് കുട്ടപ്പൻ തന്റെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് പോയി.
തന്റെ കുറച്ചു കൂട്ടുകാരുമായി കുട്ടപ്പനെത്തി മരക്കൊമ്പിൽ കാത്തിരുന്നു. നേരം സന്ധ്യയായി. അരിക്കൊമ്പൻ അമ്മായിയുടെ വീട് ലക്ഷ്യമാക്കി വരുന്നത് കുട്ടപ്പനും കൂട്ടുകാരും മരത്തിലിരുന്ന് കണ്ടു. കൂട്ടുകാരെ, എല്ലാവരും തയ്യാറായിക്കൊള്ളൂ, അരിക്കൊമ്പൻ ഇങ്ങ് എത്താറായി. അരിക്കൊമ്പൻ വന്നതും പതുങ്ങിയിരുന്ന കുട്ടപ്പനും കൂട്ടുകാരും ഒന്നിച്ച് കൊമ്പനെ തന്റെ കൂർത്ത ചുണ്ടുകൾ ഉപയോഗിച്ച് കൊത്താൻ തുടങ്ങി. വേദന സഹിക്കാനാവാതെ അരിക്കൊമ്പൻ നിലവിളിക്കാൻ തുടങ്ങി. ഇത് കേട്ട് കുട്ടപ്പൻ അരിക്കൊമ്പന്റെ മുമ്പിലെത്തി പറഞ്ഞു, എടാ കൊമ്പ, ഇനി നീ നാട്ടിലിറങ്ങി മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അരിക്കൊമ്പൻ കാട്ടിലേക്ക് ജീവനും കൊണ്ടോടി. അമ്മായിയും കുട്ടപ്പനും തന്റെ കൂട്ടുകാർക്ക് നന്ദി പറഞ്ഞ് അവരെ യാത്രയാക്കി.